ഇന്ത്യയിൽ കത്തിനിൽക്കുന്ന കൊൽക്കത്ത കൊലപാതകത്തെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് അഖിലസ് ചന്ദ്രസേന. ഓഗസ്റ്റ് 8 അർദ്ധരാത്രി അന്ന് എന്താണ് അവിടെ സംഭവിച്ചത്? അന്ന് ആ അർദ്ധരാത്രിയിൽ തൻ്റെ കൂട്ടുകാർക്കൊപ്പം ആഹാരം കഴിക്കുകയായിരുന്നു ആ ഒരു PG സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റ്. എന്നത്തേതിലും പോലെ തന്നെ 36 മണിക്കൂറത്തെ നീണ്ട ജോലികൾക്ക് ഇടയിൽ ആഹാരം കഴിക്കാനായിട്ട് അന്ന് സെമിനാർ ഹാളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരികയായിരുന്നു. അവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ട് സ്വന്തം സുഹൃത്തുക്കളെല്ലാം പോയപ്പോൾ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാനായിരുന്നു ആ ഒരു PG സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റ് ആ ഒരു സെമിനാർ ഹാളിലോട്ട് പോയത്. അവിടെ പോയി കുറച്ചു നേരം ഇരുന്നപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ക്ഷീണം കാരണം കുറച്ചു നേരം അവിടെ കിടന്ന് ആ ബെഞ്ചിൽ കിടന്നൊന്ന് ഉറങ്ങിപ്പോയി. ഈ ഒരു 3 മണി 3:45 പുലർച്ചെ ആ ഒരു സമയത്ത് അതുവഴി ആ സെമിനാർ ഹാൾ വഴി വന്ന ഈ സഞ്ജയ് റോയ് എന്ന് പറയുന്നൊരു വ്യക്തി ആ ഹാളിലേക്ക് കയറുകയും അവിടെ ഈ ഒരു സ്ത്രീ ഉറങ്ങി കിടക്കുന്നത് കാണുകയും ആ ഒരു സ്ത്രീയെ വളരെ വലിയ രീതിയിൽ മൃഗീയമായ രീതിയിൽ അതിനെ ഉപദ്രവിക്കുകയും ബലാത്സംഗം ചെയ്യുകയും പിന്നീട് കൊല്ലുകയാണ് ചെയ്യുന്നത്. അതിനൊക്കെ ശേഷം ആ സെമിനാർ ഹാളിൽ നിന്ന് ആ ഒരു വ്യക്തി അവിടെ നിന്ന് പോവുകയാണ്. പിറ്റേന്ന് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന ചില ആളുകളാണ് ഈ സെമിനാർ ഹാളിൽ ഈ ഒരു പെൺകുട്ടി അർദ്ധനഗ്നമായ രീതിയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നത് കാണുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ ഇതിന് ഒരു വലിയ രീതിയിലുള്ളൊരു കൊലപാതകവും, അതായത് മൃഗീയമായുള്ളൊരു കൊലപാതകമാണെന്ന് ആളുകൾക്ക് മനസ്സിലാവുകയാണ്. എന്നാൽ ഈ ഒരു ഹോസ്പിറ്റലിലെ അതോറിറ്റീസ് വിളിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പറയുന്നത് തൻ്റെ മകൾ ഇതുപോലെ സൂയിസൈഡ് ചെയ്തു എന്നാണ്. ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ മാതാപിതാക്കൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരികയും ആ കുട്ടിയുടെ ബോഡി കാണാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ 3 മണിക്കൂർ 4 മണിക്കൂറോളം ഈ ഒരു പെൺകുട്ടിയെ ഈ വീട്ടുകാരെ, അതായത് മാതാപിതാക്കളെ, ഈ ബോഡി കാണിക്കാൻ സമ്മതിക്കുന്നില്ല. ഈ ഒരു സമയത്തെല്ലാം ഈ അതോറിറ്റീസ് ഈ മാതാപിതാക്കളോട് ബ്രെയിൻ വാഷ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. തൻ്റെ മകൾ മരണപ്പെട്ടത് കൊലപാതകമല്ല, പക്ഷേ അതൊരു സൂയിസൈഡാണ്. അതുപോലെ തന്നെ തൻ്റെ മകൾക്ക് ഒരു മെൻ്റലി പ്രോബ്ലമുണ്ട്, സൈക്കോ രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് മറ്റു കുട്ടികളോടായാൽ പോലും സ്വന്തമായിട്ടായാൽ പോലും സൈക്കോ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ മരണമടയുന്ന സമയത്ത് സ്വന്തം ശരീരം വളരെ വലിയ രീതിയിൽ ഉപദ്രവിക്കുകയും മൃഗീയമായി വൈകൃതമായ രീതിയിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് മരണത്തിന് കീഴടങ്ങി എന്നുള്ള രീതിയിലും. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ വേറൊരു കൊലപാതകമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. ബോഡി കാണുമ്പോൾ ഒരു ബ്രെയിൻ വാഷ് ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചത്. പക്ഷേ വളരെ നേരത്തെ ഈ ഒരു പ്രശ്നങ്ങളും അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ബഹളങ്ങളും കാരണം അവസാനം ഒരു 4 മണിക്കൂർ ശേഷം ഈ മാതാപിതാക്കളെ ഈ ഒരു കുട്ടിയുടെ ബോഡി കാണിക്കുകയാണ്. പക്ഷേ ഈ ബോഡി കാണുമ്പോൾ തന്നെ ഞെട്ടുകയാണ് ചെയ്യുന്നത്. ഞെട്ടിയിട്ട് അവരുടെ അച്ഛനും അമ്മയും മീഡിയാസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ബോഡി കണ്ടാൽ തന്നെ, ഏതൊരു സാധാരണക്കാരനും കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ബോഡി ഈ ഒരു കുട്ടിയെ വളരെ വലിയ രീതിയിൽ മൃഗീയമായി പീഡിപ്പിച്ചതാണ്, അല്ലെങ്കിൽ മൃഗീയമായ രീതിയിൽ കൊന്നതാണ്, അല്ലാതെ ഒരു ആത്മഹത്യ അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എത്തിയ പോലീസുകാരും ആദ്യം തന്നെ ഇതൊരു സൂയിസൈഡ് ആണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അത് ഹോസ്പിറ്റലിൻ്റെ നിർബന്ധം മൂലമാണോ മറ്റാരെങ്കിലും രക്ഷിക്കാനാണോ എന്നുള്ള രീതിയിൽ അറിയില്ല. പക്ഷേ ഇതൊരു സൂയിസൈഡ് ആണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഹോസ്പിറ്റലിലെ അവിടെ PGക്ക് പഠിച്ചിരുന്ന സ്റ്റുഡൻസ്, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും സ്റ്റുഡൻസ് എല്ലാവരും കൂടി ചേർന്ന് അവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുകയും ആ പ്രൊട്ടസ്റ്റ് ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം, അല്ലെങ്കിൽ വലിയൊരു രീതിയിലേക്ക് മാറുകയും ഒരുപാട് ആളുകളുടെ പിന്തുണ ലഭിച്ചതോടുകൂടി ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തൻ്റെ ജോലി ചെയ്യേണ്ടതായിട്ട് വരേണ്ട ഒരു അവസ്ഥയിലോട്ട് വരിക. കാരണം ഈ ഒരു കുറ്റവാളിയെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതൊരു കൊലപാതകമാണ് എന്നുള്ള രീതിയിലോട്ട് നിർബന്ധിതരാവുകയാണ്. അങ്ങനെ കേസ് ആ ഒരു സമയത്താണ് ആദ്യമേ കേസ് ഫയൽ ചെയ്യുന്നതും കേസിലേക്ക് എൻട്രി ചെയ്യുന്നതും. അതിനുശേഷം നടത്തുന്ന വലിയ രീതിയിലുള്ള അന്വേഷണത്തിന് ശേഷം ആദ്യമൊന്നും വലിയ രീതിയിലുള്ള ഒരു കാര്യങ്ങളും കിട്ടിയിട്ടില്ല. CCTV പരിശോധിച്ചിട്ടും ആ ഒരു സ്ഥലത്ത് കിട്ടിയില്ലെങ്കിലും അതുവഴി പോയ കുറച്ച് പേരുടെ, ആ ഒരു സമയത്ത് പോയ കുറച്ച് പേരുടെ ആളുകളെല്ലാം കിട്ടുകയും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വെച്ച് ഒരു ഹെഡ്ഫോണിൻ്റെ ഒരു പീസ് അവിടെ കിടന്ന് കിട്ടുകയും ചെയ്തു. അതും ഇവർക്കൊരു തെളിവായിട്ട് കിട്ടുകയും അങ്ങനെ കുറേ സസ്പെക്റ്റുകളെ എല്ലാം കൂടി പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുന്ന സമയത്ത് അതിലൊരു ഉദ്യോഗസ്ഥൻ ഇവരുടെ എല്ലാവരുടെയും മൊബൈൽ വാങ്ങി സെർച്ച് ചെയ്യുമ്പോൾ, അതേപോലെ ഈ ബ്ലൂടൂത്ത് പെയർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അതായത് സഞ്ജയ് റോയ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു സിവിക് വോളണ്ടിയറിൻ്റെ ഫോൺ പെട്ടെന്ന് തന്നെ ഈ ഒരു ബ്ലൂടൂത്തുമായിട്ട് പെയർ ആവുകയാണ്. അപ്പോൾ തന്നെ ഈ പോലീസുകാർക്ക് മനസ്സിലായി ഈ ഒരു കൃത്യമായിട്ട് ഈ ഒരു വ്യക്തിക്ക് ഇതിന് ബന്ധമുണ്ടെന്ന് മനസ്സിലാവുകയാണ്. പിന്നീട് നീണ്ട വലിയൊരു ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഈ ഒരു വ്യക്തി, ആദ്യമൊക്കെ ഈ വ്യക്തി പറഞ്ഞു ഞാനല്ല, ഇതുമായിട്ട് എനിക്കൊരു ബന്ധമില്ലെന്നുള്ള രീതിയിൽ പറഞ്ഞെങ്കിലും പിന്നീട് വളരെ വലിയ ചോദ്യം ചെയ്യലായതുകൊണ്ട് തന്നെ ഇവന് സമ്മതിക്കേണ്ടി വരികയാണ്. അവസാനം ഇവൻ കുറ്റസമ്മതം നടത്തുകയാണ്. അങ്ങനെ ഇവൻ്റെ കിടക്കുന്നിടത്തെല്ലാം പരിശോധിക്കുന്ന സമയത്ത് അവൻ്റെ ഷൂസിൽ ഈ പറയുന്ന പെൺകുട്ടിയുടെ രക്തക്കറ കണ്ടെത്തുകയാണ്.
ആരാണ് സഞ്ജയ് റോയ്? സഞ്ജയ് റോയ് എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിലെ സിവിക് പോലീസ് ഓഫീസറായിരുന്നു. ഈ സിവിക് പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ല. ഈ പുറത്തുനിന്നുള്ള സാധാരണ സിവിലിയൻസിൽ നിന്ന് പോലീസിനെ സഹായിക്കാൻ വേണ്ടി റിക്രൂട്ട് ചെയ്തെടുക്കുന്ന ആളുകളെയാണ് സിവിക് പോലീസർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇവിടെ ഹോം ഗാർഡൊക്കെ ഇല്ലേ, അതേപോലെ പോലീസ് ഹോം ഗാർഡ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ സിവിക് പോലീസ് എന്ന് പറയുന്നത്. ഇവർക്ക് ഒരു 10-15,000 രൂപ അതൊക്കെ ആയിരിക്കും ശമ്പളം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇവൻ മറ്റുള്ള പോലീസുകാരുമായിട്ട് വലിയ ബന്ധങ്ങൾ ഉണ്ടായത് കാരണം തന്നെ ഇവൻ ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു ആ ഒരു ഹോസ്പിറ്റലിൽ നടന്നിരുന്നത്. പലരെയും ഇവൻ നടന്നുകൊണ്ടിരുന്നത് താനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പോലും. ഇവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവന് മൊത്തത്തിൽ 4 വിവാഹമാണ് കഴിച്ചിട്ടുള്ളത്. അതിനകത്ത് 3 പേരും ഇവൻ്റെ ടോർച്ചർ കാരണം ഡിവോഴ്സ് വാങ്ങി പോവുകയാണ്. പക്ഷെ 4ാമത്തെ പെൺകുട്ടി ക്യാൻസർ മൂലം മരണപ്പെട്ടുമാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്താണ് സത്യമെന്ന് നമുക്കറിയില്ല എങ്ങനെയാണ് മരണപ്പെട്ടതെന്നുള്ളത്. ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾക്ക് ബെഡ് റെഡിയാക്കി കൊടുക്കുക, അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവൻ്റെ ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ തന്നെ കുറച്ച് പൈസയൊക്കെ ഇവന് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ റൂമിന് കുറച്ച് പൈസ ഇവന് കിമ്പളമായിട്ട് കൊടുക്കുകയാണെങ്കിൽ റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയായിരുന്നു ഇവൻ്റെ പ്രധാന പരിപാടി. അന്നേ ദിവസം രാത്രി ഇവൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ അവൻ്റെ ഉണ്ടായിരുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർക്ക്, അതായത് പേഷ്യൻറ്റിന് ബെഡ് റെഡിയാക്കി കൊടുത്തത് കാരണം ബൈസ്റ്റാൻഡർ ഇവനൊരു കുപ്പി മേടിച്ചന്ന് രാത്രി കൊടുക്കുകയും അതുപോലെ തന്നെ ഈ ഒരു ബൈസ്റ്റാൻഡർ ഇവനും കൂടി ചേർന്നിരുന്ന് അവിടെ നിന്ന് മദ്യപിക്കുകയാണ് ഫസ്റ്റ്. ഈ മദ്യപിച്ചതിന് ശേഷം അവൻ അവിടെ ഇരുന്ന് കുറച്ച് ഫോൺ വീഡിയോകൾ കാണുകയും അതിനുശേഷം ആ ഒരു സെമിനാർ ഹാൾ വഴി വരികയാണ്. അന്നേരമാണ് ഈ ഒരു പെൺകുട്ടി അവിടെ ഇരുന്ന് ഉറങ്ങുന്നത് കാണുന്നത്. പകുതി ഉറങ്ങുന്ന ആ ഒരു കുട്ടിയെ കാണുമ്പോൾ തന്നെ ഇവന് വല്ലാത്തൊരു വൈകൃതമായ മനോഭാവം വരികയും ഈ ഒരു കുട്ടിയെ വളരെ വലിയ രീതിയിൽ ആക്രമിക്കുകയും അതുപോലെ തന്നെ അതിനെ വളരെ പിച്ചി ചീന്തുന്ന ഒരു മൃഗീയ സ്വഭാവമായിരുന്നു അന്ന് അവൻ അവിടെ കാണിച്ചിരുന്നത്. ഈ പെൺകുട്ടിയുടെ മുഖത്ത് അടിക്കുകയും അതുപോലെ അടി കൊണ്ടതിന് ശേഷം ഈ പെൺകുട്ടി ധരിച്ചിരുന്ന കണ്ണാടി തന്നെ ആ പെൺകുട്ടിയുടെ കണ്ണിൽ അടിച്ചു കയറി അത് പൊട്ടി ചോരയാവുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അവൻ മുറിവേൽപ്പിക്കുകയും അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടി ഒച്ച വെച്ച് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി അതിൻ്റെ വാ പൊത്തിപ്പിടിക്കുകയും അത് പ്രതിരോധിച്ച് വലിയ ശബ്ദമുണ്ടാക്കുന്നത് കാരണം അതിൻ്റെ തൊണ്ടയിൽ ഞെക്കിപ്പിടിച്ച് തൊണ്ടയുടെ ഈ എല്ല് പൊട്ടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ജനേന്ദ്രിയങ്ങളിലെല്ലാം വളരെ വലിയ രീതിയിൽ തന്നെ മൃഗീയമായി ഉപദ്രവം ഉണ്ടാക്കുകയും രക്തസ്രാവം ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ പറയാൻ പറ്റുന്ന രീതിയിലല്ല ബാക്കി ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടെത്തിയൊരു കാര്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ ദേഹത്ത് നിന്ന് കിട്ടിയത് 150 mg ഓഫ് സെമനാണ് കിട്ടിയിരിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യന് അല്ലെങ്കിൽ ഒരു സാധാരണ പുരുഷന് മാക്സിമം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് 50 mg ആണ്. പക്ഷേ ഈ പെൺകുട്ടിയുടെ ദേഹത്ത് നിന്ന് കിട്ടിയത് 150 ആണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ആൾ മാത്രമല്ല ഈ ഒരു പീഡനത്തിലുണ്ടായിരിക്കുന്നത് എന്നാണ്. ഒരുപാട് പേര്, ഒന്നിലധികം പേരാണ്. കാരണം അവിടെ നിൽക്കുന്ന ഹോസ്പിറ്റലിലുണ്ടായിരിക്കുന്ന മറ്റു ഡോക്ടർമാരും, അതായത് സ്വന്തം കൂടെ പഠിച്ച സുഹൃത്തുക്കളും അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ തന്നെ പ്രൊഫസേഴ്സും പറയുന്ന ആ ഒരു ബോഡി കടന്ന സ്ഥലത്തെ നോക്കുകയാണെങ്കിൽ ആ ഒരു സിംഗിളായിട്ട് ഒരാൾ ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നില്ല. അത് കാരണം ഒരുപാട് പേർ ചേർന്ന് നടത്തിയ ഒരു കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമായിട്ടാണ് ആ ഒരു സ്ഥലം കണ്ടാൽ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ആ ഒരു കൊലപാതകത്തെ അതൊരു ചെറിയ രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ രക്ഷിക്കാനോ എന്നൊരു രീതിയിൽ കണ്ടെത്തുകയെന്ന രീതിയിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് 4 ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഒന്നാമത്തത് ഈ ഒരു ഹോസ്പിറ്റൽ അതോറിറ്റീസ്, കാരണം ഡെയിലി തന്നെ ഒരുപാട് കേസുകൾ ഇതേപോലെ കാണുന്ന അല്ലെങ്കിൽ മരണമായാലും അതുപോലെ അസുഖങ്ങളാണെങ്കിലും കാണുന്ന ഹോസ്പിറ്റൽ അതോറിറ്റീസ് തന്നെ ഇതിനെ ഒരു സൂയിസൈഡായി വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ വീട്ടുകാരെ വിളിച്ച് പറയാനുണ്ടായിരുന്ന സാഹചര്യം. അതുപോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റലിൽ ആദ്യമായി വന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇതൊരു നാച്ചുറൽ ഡെത്ത് ആണ് അല്ലെങ്കിൽ ഒരു സൂയിസൈഡാണ്, അല്ലാത്തുള്ള രീതിയിലൊന്നുമില്ല, ഒരു കേസ് എടുക്കാൻ ഇവർ കാണിച്ച ഒരു അലംഭാവം. മൂന്നാമത്തേത് ഇവിടെ സമാധാനമായി നടന്നിരുന്ന പ്രൊട്ടസ്റ്റിലേക്ക് 4000-ഓളം വരുന്ന ആളുകൾ വന്നതും ആ 4000-ഓളം വരുന്ന ആളുകൾ ഈ ഒരു ഹോസ്പിറ്റലിൽ ആക്രമിക്കുകയും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ അടുത്തൊരു എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു സെമിനാർ ഹാളിനോട് ചേർന്നുള്ള റൂമിൽ
റെനോവേഷൻ നടത്താൻ, അതായത് ആ ഒരു ദിവസം തന്നെ ഈ പ്രശ്നം നടന്ന ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ ഒരു റെനോവേഷൻ നടത്താൻ ശ്രമിച്ചതെല്ലാം ഒരു തെളിവ് നശിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് അടിച്ചമർത്താൻ ആർക്കാണ് ശ്രമം, ആർക്കാണ് അതിൻ്റെ ആവശ്യം, ഈ ഒരു പ്രൊട്ടസ്റ്റിനെ അടിച്ചമർത്തേണ്ട കാര്യം ആർക്കാണുള്ളത്? അവർ ആരുടെയും ദേഹത്തോ ആരുടെയും അടുത്തോ പ്രക്ഷോഭത്തിന് പോകുന്നില്ല. സമാധാനമായി പോകുന്ന ഒരു പ്രക്ഷോഭത്തെ എന്തിനാണ് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്? ഇതെല്ലാം ആരെയോ രക്ഷിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഹൈക്കോടതി ഇത് ഇടപെട്ടിട്ട് ഈ ഒരു അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്ന് മാറ്റി CBIയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വാർത്ത അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള അന്വേഷണം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു കുട്ടിയുടെ വീട്ടിലെ അമ്മയും അച്ഛനും ഒരുപാട് രീതിയിലുള്ള സംശയങ്ങളുണ്ട്. കാരണം ഈ ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നത് ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആളുകളാണ്. അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ എന്തോ ഇല്ലീഗൽ കാര്യം ഈ പെൺകുട്ടി കണ്ടുപിടിച്ചതിന് ആരൊക്കെയോ ചേർന്ന് വകവരുത്തിയിട്ട് ഇതിനെ ഒരു പീഡന കേസാക്കി മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിലൊക്കെ ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ ഇത് പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഒരുപാട് രീതിയിലുള്ള റൂമേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഇതിനെല്ലാം ഈ CBI ഒരു ഉത്തരം കണ്ടുപിടിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ള ന്യൂസിൽ നിന്നുള്ള അപ്ഡേറ്റുകളും അതുപോലെ ആർട്ടിക്കിളും വായിച്ചിട്ടുള്ള ഇത് വെച്ചാണ്. ഒരുപക്ഷെ നാളെ ഈ കേസിൽ വേറെ രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാകും. ഒരുപക്ഷെ ഈ പിടിച്ചിരിക്കുന്ന പ്രതി ആയിരിക്കില്ല നാളെ പ്രതിയായിട്ട് കാണിക്കുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് നടക്കുന്നതെന്ന്.